ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ സ്കോഡ കൈലാക്കിന്റെ സിഗ്നേച്ചർ വേരിയന്റ് ആണ്, സെക്കൻഡ് വേരിയന്റ്. കൈലാക്കിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റും ഈ സെക്കൻഡ് വേരിയന്റ് ആയ സിഗ്നേച്ചർ തന്നെയാണ്. കാരണം ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും ഈ സിഗ്നേച്ചർ വേരിയന്റ് ആണ്. ഇപ്പോൾ ഓണം ഓഫറായിട്ട് കൈലാക്കിന് ഏകദേശം 1 ലക്ഷം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള സെക്കൻഡ് വേരിയന്റിന് തന്നെ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ അടുത്ത് ഓഫർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഷോറൂമിൽ നിന്ന് ഏകദേശം 55,000 രൂപ വില വരുന്ന ആക്സസറീസ് ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത്, ഓണം ഓഫറിന് ശേഷമുള്ള അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ സ്കോഡ കൈലാക്കിലെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റും ഈ സെക്കൻഡ് വേരിയന്റ് ആയ സിഗ്നേച്ചർ വേരിയന്റ് ആണ്. കാരണം ഈ വേരിയന്റ് തൊട്ടിട്ടാണ് കൈലാക്കിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വേരിയന്റ് ഇപ്പോൾ ഷോറൂമിൽ നിന്ന് തന്നെ ഏകദേശം 79,000 രൂപ വില വരുന്ന ആക്സസറീസ് നിങ്ങൾക്കൊരു ഫെസ്റ്റീവ് ഓഫറായിട്ട് 55,000 രൂപയ്ക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു വാഹനമാണ്. സ്കോഡയുടെ ജെന്യുവിൻ ആക്സസറീസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റ് തൊട്ട് ഓൾമോസ്റ്റ് നമ്മുടെ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റ് വരെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. കാരണം നമുക്ക് ഒരു DRL-ഉം LED ഹെഡ്ലൈറ്റുകളൊക്കെ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റ് വരെ സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള മറ്റ് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ഈ ഒരു റെഡ് കളർ നല്ല റോഡ് പ്രസൻസ് ആണ് തരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലെ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻസ് ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ ടോപ്പിൽ നമുക്ക് റൂഫും കൂടി ഒരു ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല റോഡ് പ്രസൻസ് ഈ വാഹനം തരും. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഫ്രണ്ടിൽ DRL ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് LED DRLs ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് തന്നെയാണ് 10 ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിന് താഴെ നമുക്ക് LED ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അതിനകത്ത് നമുക്കൊരു ക്രോം ലൈൻസ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അതിന് താഴെ കാണുന്ന ഈ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ആക്സസറി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഇത് ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസറി ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. താഴെ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. 189 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം സ്കോഡയുടെ തനതായ ആ ഒരു ഗ്രില്ല് ഡിസൈൻ തന്നെയാണ്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ടോപ്പിലായിട്ട് സ്കോഡയുടെ ലോഗോ. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മറ്റേ കോഡിയാക്കിൻ്റെ ഒരു ലുക്കാണ് ഈ വാഹനത്തിന് തരുന്നത്. ഒരു ബേബി കോഡിയാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ സെക്കൻഡ് വേരിയൻ്റ് ആണോ തേർഡ് വേരിയൻ്റ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാര്യം വശങ്ങളിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. ഇപ്പോൾ അലോയ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് വേരിയൻറ്റ് തൊട്ടിട്ട് ആ തേർഡ് വേരിയൻറ്റിലും സിമിലർ അലോയ്സ് ആണ് വരുന്നത്. 205/60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. നമുക്ക് നടുക്ക് സ്കോഡയുടെ ലോഗോ കാര്യങ്ങളോ ഒരു സിൽവർ ഫിനിഷിലാണ് അലോയ്സ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 17 ഇഞ്ച് വീൽസ് ഡയമണ്ട് കട്ട് അലോയ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കും. ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. മിറേഴ്സും ഡോർ ഹാൻഡിൽസ് എല്ലാം ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. വശങ്ങളിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അതൊരു SUV ലുക്കൊക്കെ തരുന്നുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് റെയിൽസ് വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നോർമൽ ആൻറ്റിനയാണ്. ഇതിനകത്ത് ഡു നോട്ട് അപ്ലൈ ലോഡ്സ് എന്നും പറഞ്ഞൊരു ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു വാർണിങ്ങും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ അടിയിൽ നമുക്കൊരു അണ്ടർബോഡി ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പെഡൽ ലാംപ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോറ് തുറക്കുന്ന സമയത്ത് താഴെ നമുക്ക് സ്കോഡ എന്ന് പറഞ്ഞ ബാഡ്ജിങ് വരുന്നത് കാണാം. അത് രാത്രിയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു സെക്കൻഡ് വേരിയൻറ്റിനും തേർഡ് വേരിയൻറ്റിനും എക്സാക്ട്ലി സിമിലർ ലുക്കാണ് വരുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ടോപ്പ് എൻഡിൽ മാത്രമാണ് ബാക്കിൽ വൈപ്പർ കൊടുത്തിരിക്കുന്നത്. മറ്റ് എല്ലാ വേരിയൻറ്റുകളുടെയും ലുക്ക് ബാക്കിൽ നിന്ന് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ബേസ് വേരിയൻറ്റിൽ ഈ ഒരു ബ്ലാക്ക് പോർഷൻസ് വരുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ആ ബ്ലാക്ക് പോർഷൻ ഇല്ലാത്തതാണ് കുറച്ചും കൂടി കാണാനായിട്ടുള്ളൊരു ഭംഗി. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോയിലർ ബാക്കിൽ വരുന്നില്ല. അത് ടോപ്പ് എൻഡിൽ സ്പോയിലർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. സ്പോയിലറുകളൊക്കെ വരുമ്പോൾ ശരിക്കും ഒരു സ്പോർട്ടി ലുക്ക് ഈ വാഹനത്തിന് ലഭിക്കും. ടോപ്പിലായിട്ട് നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഡീഫോഗറുള്ള ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലൈറ്റ്സിലേക്ക് വന്നാൽ നമുക്ക് LED ടെയിൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. താഴത്തെ പോർഷൻ നമുക്കൊരു റിഫ്ലക്ടേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ റിഫ്ലക്ടേഴ്സ് കാണാം. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത്. ബാക്കിൽ നമുക്ക് ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന പോർഷൻ ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ ആക്സസറി ആയിട്ട് ഷോറൂമിൽ നിന്ന് ആക്സസറി കിറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്യാമറ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് കൈലാക്ക് എന്ന് പറഞ്ഞ ബാഡ്ജിങ് മാത്രമാണ് വരുന്നത്. വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് ഒന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കാണാം. അത് ബേസ് വേരിയൻറ്റിൻ്റെ സ്റ്റാൻഡേർഡാണ്. 446 ലിറ്ററാണ് എൻ്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ബാക്കിലേക്ക് ഒരു ബൂട്ട് ലൈറ്റ് സെക്കൻഡ് വേരിയൻ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ സെക്കൻഡ് റോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ബാക്കിലെ സീറ്റ് കംപ്ലീറ്റ്ലി ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1260 ലിറ്ററാണ് ബൂട്ടിൻ്റെ ഫുൾ കപ്പാസിറ്റി വരുന്നത്. സ്പെയർ വീല് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ആ ഒരു ബേസ് വേരിയൻറ്റിലുള്ള സെയിം വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ 2 ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള ഫ്ലിപ്പ് കീസാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറാണ്. മുകൾവശം എല്ലാം ബ്ലാക്കും താഴെ ഒരു ഓഫ് വൈറ്റ് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലും ആ ഒരു സെയിം കളർ ടോൺ തന്നെയാണ് വരുന്നത്. ഇവിടെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് സെക്കൻഡ് വേരിയൻ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോർഷനിൽ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് തോന്നുന്ന രീതിയിലൊരു ടെക്സ്ചറും കാണാനായിട്ട് പറ്റും. നമുക്ക് 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ആ ക്രോം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. താഴെ സ്പീക്കർ ഗ്രില്ല് കാണാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോട്ടിൽ ഹോൾഡേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു ലെതർ ഫിനിഷുള്ള സീറ്റ് കവേഴ്സ് കൈലാക്കിൻ്റെ ബാഡ്ജിങ്ങോട് കൂടിയത് ഷോറൂമിൽ നിന്ന് ആക്സസറൈഡ് ചെയ്തതാണ്. ഈ വാഹനത്തിൽ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിരുന്നു അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഒരു സ്കോഡയുടെ ബാഡ്ജിങ്ങുള്ള 3D മാറ്റ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹെഡ്ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടണും ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. AC വെൻസിന് ചുറ്റുമെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. അകത്തും ഒരു സിൽവർ ടച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. സിഗ്നേച്ചർ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു പക്ക സ്കോഡ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ പറയേണ്ടി വരും. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെയാണ് എല്ലാ സ്ഥലത്തും കൊടുത്തിരിക്കുന്നത്. അകത്ത് മെറ്റീരിയൽസ് ആണെങ്കിൽ വളരെ സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഇൻറ്റീരിയറിൻ്റെ ഒരു കളർ ടോൺ ആണെങ്കിലും ഫുൾ ബ്ലാക്ക് ഫിനിഷ് വന്നിരിക്കുന്നു. ഇവിടെ ഒരു ബ്രഷ്ഡ് സിൽവർ എന്നൊരു ടച്ച് കാണാം. ഈ കോർണറിൽ സ്കോഡ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡോറൊക്കെ നമ്മൾ തുറന്ന് അടയ്ക്കുന്ന സമയത്ത് ഇത് ശരിക്കും നമുക്ക് സ്കോഡ വാഹനം വന്ന് ഫീൽ ചെയ്യും. നല്ല തഗ് സൗണ്ടോടുകൂടിയാണ് ഡോറെല്ലാം ക്ലോസ് ആവുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിലൊക്കെ വരുന്ന സിമിലർ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അതിൻ്റെ അകത്ത് ഒരു സിൽവർ ലൈൻസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് സ്കോഡയുടെ ബാഡ്ജിങ് ആണ്. ലെതർ റാപ്പ് ഒന്നുമല്ല, അതൊക്കെ ടോപ്പ് എൻഡിലാണ് ലെതർ റാപ്പ് വരുള്ളൂ. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ലെതർ റാപ്പ് പോലെ തോന്നുന്ന രീതിയിലൊരു ഫിനിഷ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ടേ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുവശത്തായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസ് ഇതിനകത്താണ് വരുന്നത്. സെക്കൻഡ് വേരിയന്റ് തൊട്ടേ നമുക്ക് ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ്. ഇവിടെ ക്രൂസ് സെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കാര്യങ്ങൾ നിങ്ങൾക്ക് മുകളിൽ കാണാനായിട്ട് പറ്റും. വലതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഇപ്പം എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്താണ് ക്ലസ്റ്റർ ലൈറ്റ് അപ്പ് ആവുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ് ആ ക്ലസ്റ്റർ ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബാക്ക് ലൈറ്റ് അതിനകത്ത് വരുന്നുണ്ട്, പക്ഷേ നമുക്ക് കൂടുതൽ ഫീൽ ആവാത്തതാണ്. നമുക്ക് RPM മീറ്ററും സ്പീഡോമീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. എഞ്ചിൻ ടെമ്പറേച്ചറും ഫ്യൂൽ ഗേജും അനലോഗാണ്. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ നമുക്ക് വലതുവശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. വെഹിക്കിൾ ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് TPMS ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ടയർ പ്രഷറിൽ നമുക്ക് കുറവ് സംഭവിക്കുകയാണെങ്കിൽ ഈ സ്ക്രീനിൻ്റെ താഴെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. അത് നമ്മൾ ഈ സെൻറ്ററിലെ ബട്ടണിൽ പ്രസ് ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ മറ്റു മാനുഫാക്ചേഴ്സിൻ്റെ വാഹനങ്ങളിൽ നിന്നാണ് സ്കോഡയിലേക്ക് വരുന്നതെങ്കിൽ ഫീച്ചേഴ്സ് യൂസ് ടു ആവാനായിട്ട് കുറച്ച് സമയമെടുക്കും, അത്രേ ഉള്ളൂ. പക്ഷേ എല്ലാ ഇൻഫർമേഷൻസും ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ ശരിക്കും ഒരു 6 ഇഞ്ചിൻ്റെ സ്ക്രീൻ ആയിരുന്നു വന്നിരുന്നത്. അത് മാറ്റിയിട്ട് ഇപ്പോൾ 10 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സ്ക്രീൻ ആക്സസറൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന നല്ല മ്യൂസിക് ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്ക്രീനിനും റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് ആക്സസറി കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നല്ല ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണ്. മ്യൂസിക് ക്ലാരിറ്റി ഉള്ള നല്ല പക്കയാണ് ഇതിനകത്ത്. ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് 360യും ആക്സസറൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ സ്ക്രീനിൽ തന്നെ നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ വരുന്നുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടി റിവേഴ്സ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ AC വെന്റ്സിന് ചുറ്റിയെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. AC യുടെ അകത്ത് നിങ്ങൾക്ക് ആ ഒരു സിൽവർ ടച്ച് കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക്
നമ്മളുടെ ടയർ പ്രഷർ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഹസാർഡ് ലൈറ്റ്, ലോക്ക് ആൻഡ് അൺലോക്ക്, ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഈ വേരിയന്റിൽ നമുക്ക് മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഓട്ടോ AC ഒന്നും തന്നെ വരുന്നില്ല. അത് നമ്മുടെ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ, ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം. അതിന് ടോപ്പിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും ഒരു സിൽവർ ടച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് ചെറിയ ചെറിയ സ്റ്റോറേജ് സ്പേസുകൾ കാണാം. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെന്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്, അത് സ്ലൈഡിംഗ് ഫീച്ചറോട് കൂടിയ ആംബ്രസ്റ്റ് ആണ്. അതിന്റെ ടോപ്പിലെല്ലാം സോഫ്റ്റ് ടച്ച് ആണ്. അകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഗ്രാബ് ഹാൻഡിൽ ഫ്രണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സൺവൈസസിൽ നമുക്ക് മിറേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാനുവൽ ഡിമ്മിംഗ് ഉള്ള IR VMs ആണ് വരുന്നത്. നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂൾഡ് ഫീച്ചറോട് കൂടിയ ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കൂൾഡ് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പക്ഷേ ഈ ഒരു സെക്കൻഡ് വേരിയന്റിൽ തന്നെ കൂൾഡ് ഫീച്ചർ കൊടുത്തത് ഇപ്പോഴത്തെ ടെമ്പറേച്ചറിൽ എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ മറ്റ് പല മാനുഫാക്ചേഴ്സിന്റെ വാഹനങ്ങളിലും കാണാത്ത അത്ര ഫീച്ചേഴ്സ് നമുക്ക് സ്കോഡയുടെ ഈ ഒരു സെക്കൻഡ് വേരിയന്റിൽ തന്നെ കാണാനായിട്ട് പറ്റും. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോറൊക്കെ തുറക്കുമ്പോൾ യു ഫീൽ ഇറ്റ് മാൻ, ഇറ്റ്സ് സ്കോഡ. അത്ര നല്ല ഹെവി ആയിട്ടുള്ള ഡോറ് കാര്യങ്ങളാണ്. ഡോർ പാഡ് നമുക്ക് ഇവിടെ സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴെ സ്പീക്കർ വീട്ടിൽ കാണാം. നമ്മുടെ സീറ്റിൻ്റെ ബാക്കിൽ നമുക്ക് സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്. 2 ടൈപ്പ് C ചാർജിങ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കൊടുത്തിരിക്കുന്നു. ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. അപ്പം ഞാൻ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. തളെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. നല്ല അണ്ടർ തൈ സപ്പോർട്ടുള്ള സീറ്റ് കാര്യങ്ങളാണ് വരുന്നത്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. നമുക്ക് ബാക്കിലേക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൈലാക്കിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സ്കോഡ വാഹനങ്ങളുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്നും പറയേണ്ട കാര്യമില്ല. ഗ്ലോബൽ എൻക്യാപ്പിലും ഭാരത് എൻക്യാപ്പിലും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. അത് ചൈൽഡ് സേഫ്റ്റിക്കും അഡൾട്ട് സേഫ്റ്റിക്കും 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, TPMS പോലെയുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. സിഗ്നേച്ചർ പ്ലസ് വേരിയന്റോടാണ് നമുക്ക് ഹിൽ ഹോൾഡ് വരുന്നത്. സിഗ്നേച്ചർ വേരിയന്റിൽ ഹിൽ ഹോൾഡ് ഉൾപ്പെടുത്തിയിട്ടില്ല. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഒറ്റ എഞ്ചിൻ ഓപ്ഷൻസിൽ മാത്രമാണ് കൈലാക്ക് വരുന്നത്. നമ്മളുടെ ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 115 HP ആണ് വരുന്ന പവർ. 178 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. നമുക്ക് വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കലാണ് ലഭിക്കുന്നത്. മൈലേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ 20 കിലോമീറ്റർ പെർ ലിറ്ററൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഒരു 14-നും 16-നും ഇടയ്ക്ക് നമുക്ക് ആവറേജ് എക്സ്പെക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഓൺലൈനിൽ ഞാൻ ജസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മൈലേജ് കാര്യങ്ങൾ നോക്കിയിരുന്നു. റിയൽ ലൈഫ് മൈലേജ് പലരും ക്ലെയിം ചെയ്യുന്നത് 16-17 ഒക്കെ തന്നെയാണ്. ഈ വാഹനത്തിന് ഇപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സെക്കൻഡ് വേരിയന്റിൽ തന്നെ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഓഫർ ലഭിക്കും എന്നുള്ളതാണ്. അതായത് കൈലാക്കിന്റെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റിന് തന്നെയാണ് ആ ഓഫർ കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ ഓഫറാണ് അപ് ടു 1 ലാക്ക്. അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ 20,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. 25,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫർ വരുന്നുണ്ട്. 25,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. 20,000 രൂപയുടെ ഇൻഷുറൻസിന്റെ ഒരു ഡിസ്കൗണ്ടും പിന്നെ ഷോറൂമിൽ നിന്ന് അഡീഷണൽ ഒരു ഡിസ്കൗണ്ട് ഉൾപ്പെടെയാണ് മൊത്തം 1 ലക്ഷം രൂപ വരെ ഓഫർ ലഭിക്കുന്നത്. ഈ എല്ലാ ഓഫറും നിങ്ങൾ എലിജിബിൾ ആവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ബേസ് വേരിയന്റ്, അതായത് ക്ലാസിക് ബേസ് വേരിയന്റ് 7.99 ആണ് എക്സ് ഷോറൂം പ്രൈസ്. ഇപ്പോൾ ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് 7.99 ആയിരുന്നു. അതിനുശേഷം ഒരു 8.29 ഇൻക്രീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഫെസ്റ്റീവ് സീസൺ ആയിട്ട് വീണ്ടും 7.99 കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ബേസ് വേരിയന്റ് ഓഫറുകളെല്ലാം നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ 9,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ബേസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അഡീഷണലി നമ്മൾ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിനും നമ്മളുടെ പ്രസ്റ്റീജ് വേരിയന്റിലും 60,000 രൂപ വെർത്തായിട്ടുള്ള ഫെസ്റ്റീവ് കിറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അത് മാനുവൽ വേരിയന്റുകൾക്ക് മാത്രമാണ്. അതിനകത്ത് നമുക്ക് 360 ക്യാമറ വരുന്നുണ്ട്, അണ്ടർ ബോഡി ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ പെഡൽ ലാമ്പ് വരുന്നുണ്ട്. നമുക്ക് 1 ഇയറിന്റെ എക്സ്റ്റൻഡഡ് വാറന്റിയും ഉൾപ്പെടുന്നുണ്ട്. ആ ഒരു 60,000 രൂപയുടെ അടുത്ത് കോസ്റ്റ് വരുന്ന കിറ്റ് നിങ്ങൾക്ക് മാനുവൽ വേരിയന്റ്, ടോപ്പ് എൻഡ് 2 മാനുവൽ വേരിയന്റുകൾക്ക് ഈ 1 ലക്ഷം രൂപ ഓഫർ അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നു. ഓഫർ കൂടാണ്ട് അഡീഷണലി ലഭിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ സെക്കൻഡ് വേരിയന്റായ പ്രസ്റ്റീജ് വേരിയന്റ് ആണ്. ഈ വേരിയന്റിന്
ഓഫറുകളെല്ലാം നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ 10,70,000 രൂപയ്ക്ക് മാനുവൽ വേരിയന്റും ഓട്ടോമാറ്റിക് 12,60,000 രൂപയ്ക്ക് ഇറക്കാനായിട്ട് പറ്റും. അതായത് 12,60,000 രൂപയ്ക്ക് സ്കോഡയുടെ ഒരു ടോപ്പ് കൺവെർട്ടർ ഓട്ടോമാറ്റിക് വാഹനം, അത് ശരിക്കും നല്ലൊരു ഡീൽ തന്നെയാണ് ഓണത്തിന്. ഇനി സിഗ്നേച്ചർ പ്ലസിലേക്ക് പോയി കഴിഞ്ഞാൽ 13,30,000 രൂപ മാനുവലിനും ഓട്ടോമാറ്റിക്കിന് 14,40,000 രൂപയാണ് ഓഫറുകളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ്. അതുപോലെ തന്നെ ഓണം ഓഫറായിട്ട് 95% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് വരുന്നുണ്ട്. 1,00,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോഡയുടെ ഈ കൈലാക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പെർ ലാക്കിന് ഏകദേശം 1,650 രൂപ വെച്ചിട്ടൊക്കെയാണ് അളവ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ കൈലാക്കിന് മാത്രമല്ല, നമ്മളുടെ സ്കോഡയുടെ കുഷാക്കിന് ഏകദേശം 2,00,000 രൂപ വരെ ഓണം ഓഫറും സ്ലാവിയയ്ക്ക് ഏകദേശം 1,00,000 രൂപ വരെ ഓണം ഓഫറും അവൈലബിൾ ആണ്. ഇപ്പൊ കൈലാക്കിന്റെ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്ന സ്പോട്ട് ലൈൻ വേരിയന്റിലേക്ക് നോക്കുകയാണെങ്കിൽ 18,30,000 രൂപയായിരുന്നു അതിന്റെ മാനുവൽ വേരിയന്റ് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് 16,50,000 ഓൺ റോഡ് ഇറക്കാം. അതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റിന് 19,90,000 രൂപ ആയിരുന്നു ഓൺ റോഡ് പ്രൈസ്. അതിപ്പോൾ 17,90,000 ഓൺ റോഡ് ഇറക്കാം. അതായത് കൈലാക്കിന്റെ ടോപ്പ് എൻഡ് ഒക്കെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന വാഹനമാണ് കുഷാക്കിന്റെ സ്പോട്ട് ലൈൻ. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ പ്രൈസിനും ഏകദേശം 2,00,000 രൂപയുടെ അടുത്ത് കുറവ് കിട്ടുന്നുണ്ട്. എല്ലാ ഓഫറും നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിലാണ് 17,90,000 നിങ്ങൾക്ക് ആ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. സ്ലാവിയയിലേക്ക് വന്നാൽ റീസെന്റ് ലോഞ്ച് ചെയ്ത സ്ലാവിയയുടെ മോണ്ടെ കാർലോ സ്പെഷ്യൽ എഡിഷന് വരെ ഓഫർ ലഭിക്കുന്നുണ്ട്. മോണ്ടെ കാർലോ സ്പെഷ്യൽ എഡിഷനൊക്കെ ഏകദേശം 20,80 ആയിരുന്നു ഓൺ റോഡ് പ്രൈസ്. 19,80,000 രൂപയ്ക്കൊക്കെ ആ വാഹനം നിങ്ങൾക്ക് ഇപ്പോൾ ഓൺ റോഡ് ഇറക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സ്കോഡ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷനും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അത്യാവശ്യം നല്ല ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഫെസ്റ്റീവ് സീസണുകൾ പുതിയ വാഹനം എടുക്കാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.